ഓക്കെ, അപ്പോൾ നമ്മളെ അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് കേട്ടോ. ഇവരുള്ളൊക്കെ ശരിക്കും വായിച്ചൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. ബസ് ഏക് ഫർക്ക് ഹെ फिल्म में कलाम दिल्ली भी पहुंचता है और उसे अपने पसंद के स्कूल जाने का मौका भी मिलता है, लेकिन मेरे बचपन में ऐसा नहीं होता। मोरपाल का स्कूल 8वीं के बाद छूट जाता है, छुड़वा दिया जाता है, और वह अपने पिता के तरह आज भी वही खेत मजदूरी करता है। इसलिए मेरे लिए कलाम की कहानी 100 में एक की कहानी है। हमें बाकी 99 कहानियों को कभी भूलना नहीं चाहिए जो हमारे बचपनों में है। നോക്കൂ പറയുന്നത് ബസ് ഏക്ക് ഫർക്ക് ഹെ. ബസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്നാൽ ഏക്ക് ഫർക്ക് ഹെ, ഒരു വ്യത്യാസമുണ്ട്. അതായത് ഒരേപോലെയല്ല. എൻ്റേത് ശരിക്കുള്ള ലൈഫിൽ ഞാനും മോർപ്പാലും പോലെയല്ല. ഇവിടെ ശരിക്ക് ഈ രൺവിജയും കലാമുള്ളൂ ഏകദേശമൊക്കെ സാമ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. ഫിലിമേം, സിനിമയിൽ, കലാം ദില്ലി ബി പഹുഞ്ചത ഹെ. സിനിമയിൽ കലാം ദില്ലി ബി പഹുഞ്ചത ഹെ, ഡൽഹിയിൽ എത്തിച്ചേരുകയും, പഹുഞ്ചത ഹെ ഔർ എന്ന് കണ്ടില്ല. അപ്പോൾ എത്തിച്ചേരുക, പഹൂഞ്ചിന എത്തിച്ചേരുക, പഹൂഞ്ചിത്താഹെ ഔർ എത്തിച്ചേരുകയും, ഉസെ അവന്, അപ്പനി പസന്ത്ക്ക് തൻ്റെ ഇഷ്ടപ്പെട്ട സ്കൂൾ, ജാനേക്ക സ്കൂളിൽ പോകാനുള്ള മൗക്ക അവസരവും മിൽത്താഹെ ലഭിക്കുന്നു. എന്നാൽ അതായത് സിനിമയിൽ കലാം ഡൽഹി പോകുന്നുണ്ട്, എന്നിട്ട് അവസാനം തൻ്റെ ഇഷ്ട സ്കൂളിലേക്ക് പോകാനുള്ള അവസരം അവൻ ലഭിക്കുന്നുണ്ട്. लेकिन मेरे बचपन में ऐसा नहीं होता. എന്നാൽ എൻ്റെ കുട്ടിക്കാലം ഐസ നഹീം ഹോത്ത, അപ്രകാരമായിരുന്നില്ല. എന്നാൽ എൻ്റെ കുട്ടിക്കാലം അപ്രകാരമായിരുന്നില്ല. മോർപാൽ കാ സ്കൂൾ 8वीं के बाद छूट जाता है, छुड़वा दिया जाता है. മോർപാൽ കാ സ്കൂൾ, മോർപാലിൻ്റെ സ്കൂള് 8वीं के बाद 8ാം ക്ലാസ്സിന് ശേഷം, ചുട് ജാത്താഹെ ഉപേക്ഷിക്കുന്നു, ബ്രാക്കറ്റ് ചുടുവാ ദിയാ ജാത്ത ഉപേക്ഷിക്കപ്പെട്ടു. ഒന്നുകിൽ അവൻ സ്വയം നിർത്തി അല്ലെങ്കിൽ നിർത്തിച്ചു. അവൻ പഠിച്ചത് 8ാം ക്ലാസ് വരെ മാത്രമാണ്. ചുട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചുട് ജാത്ത എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, അവന് വിട്ടു, അഥവാ സ്കൂൾ ജീവിതം അവൻ ഉപേക്ഷിച്ചു. മറ്റേ ഉപേക്ഷിക്കപ്പെട്ടു, ഒന്നുകിൽ ആരോ നിർബന്ധം കൊണ്ട് നിർത്തിച്ചു എന്ന് പറയാം. അങ്ങനെ നിർത്തുകയും, വഹ് അവൻ, അപ്പനെ പിതാക്കി തരൻ തൻ്റെ പിതാവിനെ പോലെ, ആജ് ബി ഇന്നും, വഹീം ആ ഖേത്ത് മജൂരി, ആ ഖേത്ത് മജൂരി എന്ന് പറഞ്ഞാൽ ആ കൃഷിപ്പണി കർത്താഹെ ചെയ്യുന്നു. അപ്പോൾ സിനിമയിൽ കലാം ശരിക്കും ഉഷാറായിട്ട് ലാസ്റ്റ് അവരിഷ്ടപ്പെട്ട സ്കൂളിലേക്ക് പോകാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഇതാണ് ശരിക്കും. എന്നാൽ യഥാർത്ഥ ലൈഫിൽ മോർപാലിൻ്റെ ജീവിതം, മോർപാലിൻ്റെ സ്കൂൾ ലൈഫ് കേവലം 8ാം ക്ലാസ് വരെയാണ്. 8ാം ക്ലാസ്സിന് ശേഷം അവർ സ്കൂൾ നിർത്തിച്ചു. അതിനുശേഷം അവർ തൻ്റെ പിതാവിനെ പോലെ ആജ്ബി ഇന്നും ഖേത്ത് മസൂരി കർത്തി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അവൻ കൃഷിപ്പണി ചെയ്യുന്നു. ആര്? മോർപാൽ. അപ്പോൾ വ്യത്യാസമുണ്ട്. നമ്മുടെ സ്കൂൾ യഥാർത്ഥ ലൈഫിൽ മോർപാലിന് പഠിക്കാൻ അവസരം കിട്ടില്ല, പക്ഷേ സിനിമയിൽ കിട്ടുന്നുണ്ട്. ഇസ്ലിയെ അതുകൊണ്ട്, മേരേലിയെ അതുകൊണ്ട് എനിക്ക്, കലാം കി കഹാനി അതുകൊണ്ട് എനിക്ക് കലാമിൻ്റെ കഥ, കലാമിൻ്റെ കഥ, 100 में एक की कहानी है, 100-ൽ ഒരാളുടെ കഥയാണ്. അതുകൊണ്ട് എനിക്ക് കലാമിൻ്റെ കഥ 100-ൽ ഒരാളുടെ കഥയാണ്. അതുകൊണ്ട് എനിക്ക് കലാമിൻ്റെ കഥ, ഈ കലാം കി കഹാനി എന്ന് പറഞ്ഞാൽ സിനിമയുടെ കഥ 100-ൽ ഒരാളുടെ കഥയാണ്. ഹമേം ബാക്കി 99 കഹാനിയോ കോ കബി ഭൂൽന നഹീം ചാഹിയെ ജോ ഹമാരെ ബച്പനോ മേം ഹെ. ഹമേം നമുക്ക്, ബാക്കി 99 കഹാനി ബാക്കി 99 കഥകളും, കബി ഭൂൽന നഹീം ചാഹിയെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഹമാരെ നമ്മുടെ, ബച്പനോ മേം ഹെ കുട്ടിക്കാലമാണ്. അതായത് ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സാമ്യമുണ്ട്, ബാക്കി വ്യത്യാസമുണ്ട്.
അതിൻ്റെ ആ വാക്കർത്ത് നോക്കൂ. ഹമേ നമുക്ക്, ബാക്കി 99 കഹാനിയോ, ബാക്കി 99 എന്ന് പറഞ്ഞാൽ 99, 99, ബാക്കി 99 കഥകളും ഒരിക്കലും മറക്കാനും കഴിയാത്ത നമ്മുടെ കുട്ടിക്കാലമാണ്. കുറച്ചൊക്കെ സിനിമയുടെ ലൈഫിലുണ്ട്, കംപ്ലീറ്റ് അല്ല. സിനിമയിൽ കലാം ശരിക്കും അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, അവസാനം ശരിക്ക് സ്കൂളിൽ പോകുന്നുണ്ട്. ഇവിടെ സ്കൂളിൽ പോകണില്ല. അപ്പോൾ ശരിക്കും ഒരിക്കലും സാമ്യം കുറച്ചൊക്കെ ഉണ്ട്. ബാക്കി 99 കഥകളും ജീവിതമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വാക്കർത്ത് എങ്ങനെയാണ്? ഹമേ നമുക്ക്, ബാക്കി 99 കഹാനിയോ, ബാക്കി 99 കഥകളും, കബി ഭൂൽന നഹീം ചാഹിയെ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഹമാരെ ബച്ചുപ്പനോ മേം, നമ്മുടെ കുട്ടിക്കാലമാണ്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. फिल्म में हमारा नायक का असल नाम कलाम नहीं है. ठाणी पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं. उसकी मां जैसलमेर की किसी सुदूर देहात से आकर उसे बाटी साकी चाय की दड़ी पर काम करने के लिए छोड़ जाती है. वह अंग्रेजी तो क्या हिंदी भी ठीक से नहीं जानती, लेकिन छोटू सिर्फ छोटू होकर नहीं जीना चाहता. वह खुद ही अपना नाम कलाम रख लेता है. इस नाम में उसकी आकांक्षाओं का अक्स है. उसके हाथ की बनाई चाय में जादू है. बाटी साबी उसकी कलाकारी की वाक वाक करते नहीं देखते. जगह ऐसी है कि विदेशी टूरिस्ट बहुत आते हैं. कलाम सीखने में तेज है. चढ़ से उनकी बोली सीख जाता है और जल्दी ही विदेश से आई लूसी मैडम का भी दिल जीत लेता है. लूसी मैडम वादा करती है कि वे उसे अपने साथ दिल्ली लेकर जाएगी. दिल्ली में डॉक्टर कलाम है, जिनसे मिलकर हमारे कलाम को कुछ कहना है. നോക്കൂ, ഫിലിം में സിനിമയിൽ ഹമാരെ നമ്മുടെ നായക നായകൻ്റെ അസൽ നാം ശരിയായ പേര് കലാം നഹീം, കലാം അല്ല. മക്കളെ പറയാം, സിനിമയിൽ നമ്മുടെ നായകൻ്റെ ശരിയായ പേര് എന്തല്ല, കലാം എന്നല്ല. ഠാണി പർ കാം കർണേ വാലെ, ഠാണിയിൽ ജോലി ചെയ്യുന്ന ഔർ ബച്ചോം കി തരക്, മറ്റു കുട്ടികളെ പോലെ. ഠാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവർ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ പേര്, അവിടുത്തെ ആ പ്രദേശം നാട്ടുരാജ്യ ചെറിയൊരു ഗ്രാമമാണ്. ആ ഠാണിയത്തെ രാജാവാണല്ലോ നമ്മുടെ രൺവിജയ്. അപ്പം ഠാണിയിൽ ജോലി ചെയ്യുന്ന ഔർ ബച്ചോം കി തരക്, മറ്റു കുട്ടികളെ പോലെ. ഉസേബി അവനെയും, സബ് എല്ലാവരും, അവനെല്ലാവരും, ചോട്ടു കർ, ചോട്ടു എന്ന് പറഞ്ഞിട്ട് ബുലാത്തേഹെ വിളിക്കുന്നു. ചോട്ടു എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അതൊരു വലിയ പേരൊന്നല്ല. കുഞ്ഞൻ, കുഞ്ഞെ, കുട്ട എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഹിന്ദി പറയുന്നതാണ്. നിങ്ങൾക്കൊരു ഓമന പേരില്ലേ? എല്ലാവർക്കും അവനവൻ്റെ സംഭവമാണെങ്കിലും ഒരു ഓമന പേരുണ്ടാവുമല്ലോ. കുഞ്ഞുട്ടിമാനോ, എണ്ണിയോ, മുത്തുവോ, പൂവിയൊക്കെ ഉണ്ടാവൂലേ? അതുപോലെ പറയാട്ടോ. അപ്പോൾ ശരിക്കും അവൻ്റെ പേര് അല്ല. ഠാണിയിൽ ജോലി ചെയ്യുന്ന മറ്റു കുട്ടി, അവിടെ ചായക്കട വേറൊരുപാട് പേര് പണിക്ക് വരുന്നുണ്ട്. ആ കുട്ടികളെപ്പോലെ, അവിടെ വരുന്ന മറ്റു കുട്ടികളെപ്പോലെ എല്ലാവരും അവനെ ചോട്ടു എന്ന് പറഞ്ഞിട്ട് ബുലാത്തേഹെ വിളിക്കുന്നു. ഉസ്കി മാം ജൈസൽമേർ കെ കിസി സുദൂർ देहात से आकर उसे बाटी साकी चाय की दड़ी पर काम करने के लिए छोड़ जाती है. ഉസ്കി മാം അവൻ്റെ അമ്മ, ജൈസൽമീറിലെ കിസി ഏതോ, സുദൂർ ദേഹാത് സെ ഏതോ വിദൂര പ്രദേശത്ത് നിന്ന്, ആക്കർ വന്നിട്ട്, ഉസെ അവനെ, ബാട്ടീസാക്കി, ബാട്ടീസായുടെ, ബാട്ടീസ് ഒരാളെ പേര്, അവരെ വഗ്ഗേതര അങ്കിളാണ്, ബാട്ടീസായുടെ ചായക്ക് ധടി പർ ചായക്കടയിൽ, കാം കർണേ കേലിയെ ജോലി ചെയ്യാൻ വേണ്ടി, ചോട് ജാത്തിയെ ഉപേക്ഷിക്കുക എന്നാണ് ഇവിടെ അർത്ഥം, കൊണ്ടുവിടുന്നു. ഓക്കെ, ഇങ്ങനെ പറയാം. അവൻ്റെ അമ്മ ജൈസൽമീറിലെ ഏതോ വിദൂര പ്രദേശത്ത് വന്നിട്ട് അവനെ ബാട്ടീസായുടെ ചായക്കടയിൽ ജോലി ചെയ്യാൻ വേണ്ടി കൊണ്ടാക്കുന്നു, അല്ലെങ്കിൽ കൊണ്ടുവിടുന്നു. വ അംഗ്രേസി തോ ക്യാ ഹിന്ദി ബി ഠീക്ക് സെ നഹീ ജാൻതി. അവിടെ വരുന്ന സമയത്ത് അവനെ അംഗ്രേസി തോ, ഇംഗ്ലീഷ് എന്നല്ല, ഹിന്ദി ബി, ഹിന്ദിയും, ഠീക്ക് സെ ശരിക്കും, നഹീം ജാൻതി അറിയില്ലായിരുന്നു. ഏതോ അവരെ ഗ്രാമീണ ഭാഷയൊക്കെ പറയാണ്,
സ്വന്തം മാതൃഭാഷ ഹിന്ദി പോലും ശരിക്കും അവന് എഴുതാനൊന്നും അറിയില്ല വരുന്ന സമയത്ത്, പിന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഇംഗ്ലീഷ് എന്നല്ല ഹിന്ദി പോലും ശരിക്കും അറിയില്ല. ലേക്കിൻ ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹീം ജീന ചാഹത്ത. എന്നാൽ ചോട്ടു സിർഫ് കേവലം, ചോട്ടു ഹോക്കർ ചോട്ടുവായിട്ട്, നഹീം ജീന ചാഹത്ത ജീവിക്കാൻ ആഗ്രഹിച്ചില്ല. ചോട്ടു കേവലം ചോട്ടുവായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചില്ല എന്നാണ് വാക്കർത്ഥം. അതായത് അവനോട് പാത്രം കഴുകിയൊക്കെ പണിയാണ്, എച്ചിൽ പാത്രം കഴുകുന്ന പണിയൊക്കെയാണ്. പക്ഷെ കാലാകാലം ആ പണി എടുക്കാൻ ആഗ്രഹിച്ചില്ല. അവൻ ഉയർന്നിരുന്നപ്പോൾ ആഗ്രഹിച്ചു, സ്വയം പഠിച്ചിട്ട്. കേവലം ഒരു കുഞ്ഞനായിട്ട് ഇവിടെ അങ്ങനെ അടുക്കള പാത്രം കഴുകി ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. വ ഖുദ് ഹി അപ്നാ നാം കലാം രഖ്ലെ. അത് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അവനെ അത് പേരെപ്പോഴാണ് ഇടുന്നത് കാണിക്കുന്നുണ്ട്. കലാം ഒരിക്കൽ അവൻ്റെ രാഷ്ട്രപതി, അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. ഒരിക്കൽ അവന് TV-യിൽ ഈ രാഷ്ട്രപതി അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ അതിൽ ഭയങ്കര ഇൻസ്പയർ ആയിട്ട് ഇവന് ആ പേരിടുകയാണ്. വ ഖുദ് ഹി അവൻ സ്വയം തന്നെ, അപ്നാ നാം തൻ്റെ പേര്, കലാം രഖ്ലേത്ത കലാം എന്ന് വയ്ക്കുന്നു. അവൻ സ്വയം തൻ്റെ പേര് കലാം എന്ന് വയ്ക്കുന്നു. ഈസ് നാമേ ഉസ്കി ആകാംക്ഷാവോം കാ അക്സ് ഹെ. ഈ പേരിൽ അവൻ്റെ പ്രതീക്ഷകളുടെ ആകാംക്ഷകളുടെ അക്സ് ഹെ ചിത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പേരിട്ടു, വലിയൊരു മഹാന്റെ പേരിട്ടാൽ പിന്നെ ആ പേരിനോട് നീതി പുലർത്തണം. അതുകൊണ്ട് ആ പേരിട്ടാൽ പിന്നെ അതേപോലെ ആവണം എന്നവൻ്റെ ആഗ്രഹം. നിങ്ങളെ പേരിലൊക്കെ മഹാന്മാരുടെ പേരുകളൊക്കെ ഉണ്ടാവില്ല നോക്കും. ആ പേരിൻ്റെ ശരിക്കുള്ള ആൾ അല്ലെങ്കിൽ അതിൻ്റെ വേറെ ആൾക്കാരെ കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം തോന്നില്ലേ? അതുപോലെ അവിടെ നിന്നുള്ളത് നോക്കൂ. ഈ പേരിൽ അവൻ്റെ ആകാംക്ഷകളുടെ ചിത്രമുണ്ട്. ഉസ്കെ ഹാത്ത് കി ബനായി ചായ് മേം ജാദു ഹെ. ഉസ്കെ അവൻ്റെ ഹാത്ത് കി ബനായി കൈകൊണ്ടുണ്ടാക്കിയ, അവൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായ് മേം ചായയിൽ, ജാദു ഹെ മാജിക് ഉണ്ട്. ഭയങ്കര സംഭവമായിട്ട്. കാരണം ചായ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞൊരു കലയാണല്ലോ. നിങ്ങൾക്കറിയുന്ന കലകളില്ലേ? ചായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കട്ടൻ ചായ അല്ല, നല്ല പാൽ ചായ, കറക്റ്റ് മധുരവും കറക്റ്റ് പാലും കറക്റ്റ് പൊടിയൊക്കെ എടുത്ത് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ രാജസ്ഥാനാണ് ഇതിൻ്റെ പശ്ചാത്തലം. ജയ്സൽമീർ എന്നൊക്കെ പറഞ്ഞ് രാജസ്ഥാനത്തെ പ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ ചായക്കൊന്നുകൂടി മസാല ചായയൊക്കെ ഇടും. അതും ആ ചായ ഭയങ്കര കുടിക്കാൻ ആൾക്കാർക്കായിട്ട് അവിടെ വരുന്നത്. വാക്കർത്ത് എങ്ങനെയാണ്? ഉസ്കെ ഹാത്ത് കി ബനായി ചായ് മേം ജാദു ഹെ. അവൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായയിൽ മാന്ത്രികതയുണ്ട്, മാജിക് ഉണ്ട്. ബാട്ടി സാബി ഉസ്കി കലാകാരിക്ക് വാഹ് കർത്തെ നഹീ ദത്തെ. ബാട്ടി സായും ഉസ്കി കലാകാരിക്ക് അവനിലെ കലാകാരനെ വാഹ് കർത്തെ. വാഹ് കാരണം പ്രശംസിക്കുക, പ്രശംസിച്ചു കൊണ്ടുപോയി. ഇന്ത്യയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഉഷാറേക്കാൾ അരേ വാഹ് എന്നൊക്കെ പറയും, കേട്ടുണ്ടാവും. അരേ വാഹ് അതുപോലെ ഒരു പ്രശംസയാണ്, കോംപ്ലിമെൻ്റാണ്. പ്രശംസിച്ചുകൊണ്ട് നഹീം ദത്ത് ക്ഷീണിപ്പിച്ചില്ല. അവനെന്ത് പുതിയ സംഭവം പാട്ട് പാടിയാലോ ഒട്ടക ചികിത്സയിലൊക്കെ ഉഷാറാണെന്ന് പറയും. നഹീം ദത്ത് ക്ഷീണിക്കുക, നഹീം ദത്ത് ക്ഷീണിപ്പിച്ചില്ല. ജഗഹ് ഐസി ഹേ കി വിദേശി ടൂറിസ്റ്റ് ബഹുത്ത് ആത്തി ഹെ. ജഗഹ് എന്ന് പറഞ്ഞ സ്ഥലം, ഐസി ഹേ പ്രകാരമാണ് വിദേശ ടൂറിസ്റ്റുകൾ ബഹുത്ത് ആത്തേ വളരെയധികം വരുന്നതാണ്. മൊത്തം പറയുമ്പോൾ വിദേശ ടൂറിസ്റ്റുകൾ വളരെയധികം വരുന്ന സ്ഥലമാണ്. കലാം സീഖ്നേമേ തേസ് ഹെ. കലാം പഠിക്കാൻ വളരെ വേഗതയുള്ള ആളാണ്. നിങ്ങളെപ്പോലെ തന്നെയാണ്, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പഠിക്കും. കലാം സീഖ്നേമേ കലാം പഠിക്കാൻ, തേസ് ഹെ വളരെ വേഗതയാണ്. चढ़ से उनकी बोली सीख जाता है और जल्दी ही विदेश से आई लूसी मैडम का भी दिल जीत लेता है. चढ़ से ഉടൻ തന്നെ, ഉനിക്കി ബോലി അവരുടെ സംസാരം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന വിദേശ ടൂറിസ്റ്റുകളെ, അവർ ഇംഗ്ലീഷുകാരല്ല. അപ്പോൾ ലൂസി മാഡമൊക്കെ ഫ്രഞ്ചൊക്കെയാണ്. അപ്പോൾ ഫ്രഞ്ച് ഭാഷയൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ സംസാരം സീഖ് ജാത്താഹെ അവർ പഠിക്കുകയും, ജൽദീഹി വേഗത്തിൽ തന്നെ, വിദേശത്തെ ആയി വിദേശത്ത് നിന്ന് വന്ന, ലൂസി മേഡം കാവി ലൂസി മേഡത്തിൻ്റെ ദിൽ ജീത്ത് ലേത്ത മനസ്സ് കീഴടക്കുന്നു.
അതായത് ലൂസി മാഡമാണ് നമ്മുടെ ഈ ചായക്കട നടത്തുന്ന ബാട്ടി സായനെ തേച്ച് പോണ ആ ഒരു ലേഡി. ഡാഗിനി അമ്മമാർ വരുന്നുണ്ട്. ചിത്രം കണ്ട സിനിമ കണ്ട മനസ്സിലാവും കേട്ടോ. പെട്ടെന്ന് തന്നെ അവർ സംസാരം പഠിക്കുകയും വിദേശത്ത് വന്ന ലൂസി മാഡത്തിൻ്റെ മനസ്സ് കീഴടക്കി. അവർ ഭയങ്കര ഇഷ്ടപ്പെടുത്തു. लूसी मैडम वादा करती है कि उसे अपने साथ दिल्ली लेकर जाएगी. ലൂസി മാഡം വാദ കർത്തിയ, ലൂസി മാഡം വാദ കർത്തിയ വാക്ക് കൊടുക്കുന്നു. എന്തെന്നാൽ വേ അവർ, ഉസെ അവനെ, അപ്പനെ സാത്ത് തന്നോടൊപ്പം, ദില്ലി ലേക്കർ ജായേഗി ദില്ലിയിലേക്ക് കൊണ്ടുപോകാമെന്ന്. എങ്ങനെ പറയാം? അവനെ തന്നോടൊപ്പം ഡൽഹിയിലേക്ക് കൊണ്ടുപോകാമെന്ന് ആര് വാക്ക് കൊടുക്കുന്നു? ആര് പ്രോമിസ് കൊടുക്കുന്നു? ലൂസി മാഡം. ആർക്ക് വാക്ക് കൊടുക്കുന്നു? കലാമിന്. എവിടേക്ക് കൊണ്ടുപോകാമെന്ന്? ഡൽഹിയിലേക്ക്. ഇനി ഡൽഹിയിലെ കൊണ്ടുപോകാൻ കാരണം നോക്കൂ. അടുത്ത ലൈന്, ദില്ലി മേ ഡോക്ടർ കലാം ഹെ ജിൻസെ മിൽക്കർ ഹമാരെ കലാം കോ കുച്ച് കഹനാ ഹെ. ഡൽഹിയിൽ ഡോക്ടർ കലാമുണ്ട്. ജിൻസെ മിൽക്കർ അദ്ദേഹത്തെ കണ്ടിട്ട് ഹമാരെ കലാംകോ നമ്മുടെ കലാമിന് കുച്ച് കഹന എന്തൊക്കെയോ പറയാനുണ്ട്. നേരിട്ടുള്ള അല്ലെങ്കിൽ അവന് ആരുടെ പേരാണോ സ്വീകരിച്ച് അവനെ സംബന്ധിച്ച് ഏറ്റവും ഇൻസ്പയറായ, അവന് ഭയങ്കര കാണാൻ ആഗ്രഹമുള്ള മഹത്തായ ഒരാളാണ് അന്നത്തെ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം. അപ്പോൾ ഡൽഹിയിലെത്തിയിട്ട് അവിടെ ശരിക്കും ഡോക്ടർ കലാമുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് നമ്മുടെ കലാമിന്, ഈ ചോട്ടുവിന് എന്തൊക്കെയോ കുറച്ച് പറയാനുണ്ട്. വിദേശി ടൂറിസ്റ്റ് ആരാണ്? ലൂസി മാഡം അല്ലേ? ലൂസി മാഡം. അപ്പം നമ്മുടെ ഇവൻ്റെ അസൽ നാമം എന്താണ്? കലാമിൻ്റെ ചോട്ടു ആണ് അല്ലേ? യെസ്, അതാണ് ആ പാരഗ്രാഫ്. നമ്മുടെ ബാട്ടീസാണ് നമ്മുടെ ഇവിടുത്തെ ചായക്കടയുടെ ഓണറുടെ പേര് ബാട്ടീസാണ്. നമ്മുടെ എവിടെ നിന്നാണോ വരുന്നത് നമ്മുടെ കലാം? ജയ്സൽമീർക്ക് വിദൂർ ദേഹാസ് അല്ലേ? ജയ്സൽമീറിലെ വിദൂരമായ പ്രദേശത്താണ് അവൻ വരുന്നത്. ആര്? നമ്മുടെ ചോട്ടു. അപ്പോൾ ആ സിനിമ തുടങ്ങുന്നത് തന്നെ അതാണ്. അവരവിടെ അമ്മയുടെ ചെറിയ കുഞ്ഞും ഇവനും കൂടെ കൊണ്ടാക്കുകയാണ് അവിടെ. കാരണം വീട്ടിൽ അത്രയും കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടിന്ന് കുറച്ചെങ്കിലും മകനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടൊക്കെയാണ് ഈ അമ്മ മകനോട് കൊണ്ടാക്കുന്നത്. लास्ट पैराग्राफ तो एक दिन रणविजय को उसको स्कूल में भाषण देने के लिए कहा जाता है। रणविजय परेशान है क्योंकि उसकी हिंदी इतनी अच्छी नहीं। कलाम एक जानता है और चढ़ एक अच्छा सा भाषण लिख अपने दोस्त रणविजय को दे देता है। रणविजय प्रथम पुरस्कार पाता है। इस बीच राणा सा के कारिंदे कलाम के घर तलाशी लेने आते हैं और वहाँ कुंवर रणविजय के चीज़ों को पा कलाम पर चोरी का इल्ज़ाम लगाते हैं, आरोप करते हैं। लेकिन कलाम फिर कलाम है। इस झूठे आरोप के सामने भी अपनी दोस्ती के प्रण नहीं तोड़ता। यह जानकर कि राणा कुंवर को उससे की दोस्ती की सजा देंगे, वह चोरी का इल्ज़ाम सह जाता है पर उन्हें अपनी दोस्ती के बारे में नहीं बताता। यही वह तय करता है कि वह अपनी चिट्ठी सीधे अपने हमनाम डॉक्टर कलाम को दिल्ली जाकर खुद देगा और वो अकेला ही निकल पड़ता है। रास्ते में मुश्किलें हैं लेकिन कथा के अंत में कलाम को अपनी मंजिल मिलती है। ओके, അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കട്ടോ. ലാസ്റ്റ് പാരഗ്രാഫ്. ഏക് ദിൻ ഒരു ദിവസം रणविजയ്ക്ക് ഉസ്കെ സ്കൂൾ മേ അവൻ്റെ സ്കൂളിൽ ഭാഷൺ ദേനെ കെ ലിയെ പ്രസംഗം നടത്താൻ കഹാ ജാത്താ ഹെ പറയുന്നു. ഒരു ദിവസം रणविजयനോട് സ്കൂളിൽ പ്രഭാഷണം നടത്താൻ പറഞ്ഞു. ഹിന്ദി പ്രഭാഷണമാണ് നടത്താൻ പറഞ്ഞു, പ്രസംഗ മത്സരം. ഏക് ദിൻ ഒരു ദിവസം रणविजയ്ക്ക് ഉസ്കെ സ്കൂൾ മേ അവൻ്റെ സ്കൂളിൽ ഭാഷൺ ദേനെ കെ ലിയെ പ്രഭാഷണം നടത്താൻ വേണ്ടി കഹാ ജാത്താ ഹെ പറയുന്നു. रणविजय പരേശാൻ ഹെ. रणविजय ആകെ പരവശനാവുന്നു, ആകെ നിരാശനാവുന്നു. പരേശാൻ ആകെ പരിഭ്രാന്തനാവുന്നു. പരേശാൻ ആകെ പരിഭ്രാന്തനായി. ക്യോംകി എന്തുകൊണ്ടെന്നാൽ ഉസ്കി ഹിന്ദി ഇത്തനി അച്ചി നഹി. കാരണം എന്താണ്? അവൻ്റെ ഹിന്ദി അത്ര നല്ലതല്ല.
തൻ്റെ ഹിന്ദി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഈ പ്രസംഗം ഹിന്ദിയിൽ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ആകെ ആര് ബേജാറായി? നമ്മുടെ രൺവിജയ് ആകെ ബേജാറായി. പരേശ എന്നാണ് വാക്ക്, പരിഭ്രാന്തനായി. കലാം യഹ് ജാൻതാ ഹെ അവർ, കലാം ഇതറിയുകയും, ചട് ഉടൻ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന്, ഏക്ക് അച്ചാസാ ഭാഷൺ ഒരു നല്ല പ്രഭാഷണം, ഒരു നല്ല പ്രസംഗം, ലിഖ് എഴുതി, അപ്പനെ ദോസ്ത് തൻ്റെ കൂട്ടുകാരനായ രൺവിജയ്ക്ക് ദേത്താ ഹെ നൽകുന്നു. അതായത് എങ്ങനെ പറയാം, കലാം മനസ്സിലായി തൻ്റെ കൂട്ടുകാരൻ ഹിന്ദി അത്ര ബെസ്റ്റ് അല്ല എന്നുള്ളത്. അവരെന്ത് ചെയ്തു, കലാം ഇത് മനസ്സിലാക്കുകയും ഉടൻ തന്നെ ഒരു നല്ല പ്രഭാഷണം എഴുതി തൻ്റെ കൂട്ടുകാരനായ രൺവിജയ്ക്ക് കൊടുക്കുന്നു. രൺവിജയ് പ്രഥം പുരസ്കാർ പാത്താ ഹെ, രൺവിജയ്ക്ക് പ്രഥം പുരസ്കാർ ഫസ്റ്റ് പ്രൈസ്, രൺവിജയ്ക്ക് ഫസ്റ്റ് പ്രൈസ് പാത്താ ഹെ ലഭിക്കുന്നു. രൺവിജയ്ക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നു. അപ്പോൾ ആ സിനിമയിൽ കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ അതിനിടയിൽ, അതായത് കലാം നമ്മുടെ രൺവിജയ് സ്കൂളിൽ പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഇവിടെ പലപ്പോഴും കലാമിൻ്റെ ഈ രൺവിജയൻ റൂമിൽ കലാം വരുന്നത് എൻ്റെ വേലക്കാർ, രൺവിജയൻ്റെ കൊട്ടാരത്തിലെ വേലക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെക്ക് ചെയ്യുമ്പോൾ കുറേ സാധനം പലപ്പോഴും രൺവിജയന് സമ്മാനം കൊടുത്തിട്ടുണ്ട്, ഓരോ കാര്യത്തിന് ഇങ്ങനെ സ്കൂൾ യൂണിഫോം അടക്കം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഇതൊക്കെ മോഷ്ടിച്ചാണ് പറഞ്ഞു വന്നിട്ട് ഇവരെന്ത് ചെയ്തു, ഇവർ രാജാവൊക്കെ കൂടി നമ്മുടെ കലാമിൻ്റെ ചായക്കടത്തെ റൂം സെർച്ച് ചെയ്തു. ആ റൂമിൽ നിന്ന് ഈ സാധനം കിട്ടിയപ്പോൾ ഇവന് മോഷ്ടാവാണെന്ന് പറഞ്ഞ് ഇവനെ കുറ്റപ്പെടുത്തി. അതാ അവിടെ പറയുന്നത്. ഈ സ്പീച്ച് ഇതിനിടയിൽ റാണ സാക്കെ കാരിൻ്റെ, റാണയുടെ അഥവാ നമ്മുടെ നമ്മുടെ രൺവിജയൻ്റെ അച്ഛൻ്റെ കാരിൻ്റെ വേലക്കാർ, അനുയായികൾ, സെർവൻസ്, ഭടന്മാർ എന്നൊക്കെ പറയും, അവർ വേലക്കാർ കലാം കെ ഘർ, കലാമിൻ്റെ വീട്, തലാശി ലേനെ അന്വേഷിക്കാൻ, തലാശി സെർച്ച് ചെയ്യാൻ, അന്വേഷിക്കാൻ വേണ്ടി ആത്തേഹെ അവർ വരികയും, വഹാം അവിടുന്ന്, കുംവർ രൺവിജയിൻ്റെ ചീസോംകോ, കുംവർ രൺവിജയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രൺവിജയൻ്റെ അച്ഛനാണ്, മഹാരാജാവിൻ്റെ, ചീസോംകോ സാധനങ്ങളെ കിട്ടിയിട്ട്, കലാം പർ കലാമിൻ്റെ മേൽ, ചോരീക്ക മോഷണത്തിൻ്റെ ആരോപണം തന്നെ പറയും, അക്യൂസിഷൻ, ലക്തായി ചുമത്തുന്നു. അതായത് ഇവൻ്റെ ശരിക്കും സാധനങ്ങൾ നമ്മുടെ കലാമിന് ഈ നമ്മുടെ രൺവിജയ് കൊടുത്താണ്. പക്ഷെ അതൊക്കെ മോഷിച്ച് ഇവന് സെർച്ച് ചെയ്ത് ഇവിടെ കാണാനല്ല. അപ്പോൾ പിന്നെ റൂം സെർച്ച് ചെയ്തപ്പോൾ സാധനം കിട്ടിയപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇവന് കട്ടെടുത്താന്ന് പറഞ്ഞു. വാക്കതൊരുക്കൂടെ നോക്കൂ. ഇതിനിടയിൽ റാണയുടെ സേവകർ കലാമിൻ്റെ വീട് സെർച്ച് ചെയ്യുകയും എന്നിട്ട് അവിടുന്ന് കുറേ നമ്മുടെ കുംവർ രൺവിജയൻ്റെ സാധനങ്ങൾ കിട്ടിയിട്ട് കലാമിൻ്റെ മേൽ മോഷണക്കുറ്റം ആരോപിക്കുന്നു. ഓക്കെ, ഇനി പറയുന്നു നോക്കൂ, ലേക്കിൻ കലാം ഫിർ കലാം ഹെ എന്നാണ്. എന്നാൽ കലാം എന്തൊക്കെയാണെങ്കിലും കലാം തന്നെയാണ്. ലേക്കിൻ കലാം ഫിർ കലാം ഹെ, കലാം എന്തൊക്കെ പറഞ്ഞാലും കലാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സത്യം കള്ളം പറയില്ല, സത്യം മാത്രം പറയുന്ന ആളാണ്. നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ്, നിങ്ങളങ്ങനെയൊക്കെ തന്നെയല്ലേ. തല പോയാലും നിങ്ങൾ കള്ളം പറയും. ചില ആൾക്കാർക്ക് കള്ളം മാത്രമേ പറയുള്ളൂ, അങ്ങനെയൊന്നുമല്ല അല്ലേ. രണ്ടാൾക്കാർ കൂടുതലുണ്ടാവും. ഈ ചൂട്ട് ആരോപ് സാമ്നെ ബി, ഈ കള്ള ആരോപണം, ചൂട്ട് എന്ന് പറഞ്ഞാൽ കളവ്, ആരോപണം എന്ന് പറഞ്ഞാൽ ആരോപണം, ഈ കള്ള ആരോപണത്തിൻ്റെ സാമ്നെ ബി മുമ്പിലും, അപ്പനി ദോസ്തി കാ പ്രൺ തൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രതിജ്ഞ നെഹീൻ തോർത്തി പൊട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞാലേ, ഇങ്ങനെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ രൺവിജയ്ക്ക് അടി കിട്ടും. കാരണം രൺവിജയ് രാജകുടുംബമാണ്. അപ്പോൾ അവനെ പോലെ വലിയ ആളുമായിട്ട് കൂട്ടുകൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇത്രയും താഴ്ന്ന ആളുമായിട്ട് കൂട്ടുകൂടി എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടുകാർ, രൺവിജയൻ്റെ വീട്ടുകാർ അവനടിക്കും. യഹ് ജാൻകർക്കി ഇത് മനസ്സിലാക്കിയിട്ട് റാണ കുംവർ ഉസ്തേക്ക് അവന് ദോസ്തിക്ക് സജാ ദേങ്കി, അവന് ഫ്രണ്ട്ഷിപ്പിൻ്റെ ശിക്ഷ കൊടുക്കും. വഹ് ചോരിക്ക സജ എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ശിക്ഷ. വഹ് ചോരിക്ക ഇൽജാം അവൻ മോഷണത്തിൻ്റെ ആരോപണം സഹജാത്ത സഹിച്ചു പർ എന്നാൽ ഉനേം അവന് അപ്പനി ദോസ്തിക്ക് ബാരേമ്യം തൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് രഹീം ബദാത്ത പറഞ്ഞില്ല.
ഇത് തന്നതാണെന്ന്, എൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് തന്നതാണെന്ന് പറഞ്ഞത്. തന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ രൺവിജയൻ്റെ വീട്ടുകാർ അവനടിക്കും. അതുകൊണ്ട് ഒരിക്കലും എത്ര ആരോപണം, എത്ര ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടും അവൻ ഫ്രണ്ടാണെന്നുള്ള കാര്യം പറഞ്ഞില്ല. ഇത് മനസ്സിലാക്കിയാൽ അവൻ്റെ മേൽ ആരോപണം ഉണ്ടാവും. യഹി വഹ് തൈ കർത്താ ഹെ कि वह अपनी चिट्ठी सीधे अपने हमनाम ഡോക്ടർ കലാം കോ ദില്ലി ജാക്കർ ഖുദ് ദേഗ. യഹി ഇവിടെ, വഹ് തൈ കർത്ത അവൻ തീരുമാനിക്കുന്നു. എന്തെന്നാൽ വഹ് അപ്പനി ചിട്ടി അവൻ തൻ്റെ കത്ത്, സീധെ നേരെ, അപ്പനെ ഹംനാം തൻ്റെ അതേ പേരുള്ള ഡോക്ടർ കലാം കോ തൻ്റെ അതേ പേരുള്ള ഡോക്ടർ കലാമിന് ദില്ലി ജാക്കർ ഡൽഹിയിലേക്ക് പോയിട്ട് ഖുദ് ദേഗ സ്വയം കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. എല്ലാവരും അവനെ കളിയാക്കുമ്പോൾ അവന് പിന്നെ ഒരു കത്ത് എഴുതി കിടക്കുവന് രാഷ്ട്രപതി കലാമിന് കൊടുക്കാൻ. ആ കത്തും പിടിച്ചുകൊണ്ട് അവൻ നേരെ ഒരു ട്രക്ക് വരുന്നു. ആ ട്രക്കിൽ കയറി അവൻ നേരെ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഇവിടെ അവൻ തീരുമാനിക്കുന്നു തൻ്റെ കത്ത് നേരെ തൻ്റെ അതേ പേര്, ഹംന അതേ പേരുള്ള ഡോക്ടർ കലാമിന് ഡൽഹിയിലെത്തിയിട്ട് സ്വയം കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഖുദ് മീൻസ് സ്വയം. അവർ അങ്ങനെ തീരുമാനിക്കുകയും അവൻ അഖേലാഹി ഒറ്റയ്ക്ക് തന്നെ, നിക്കൽ പടുത്ത പുറപ്പെടുന്നു, ഒറ്റയ്ക്ക് തന്നെ അവൻ പുറപ്പെടുന്നു. രാസ്തേമേ മുഷ്കിലേം ഹെ വഴിയിൽ ബുദ്ധിമുട്ടുകളുണ്ട്. രാസ്തേമേ വഴിയിൽ, മുഷ്കിലേ ബുദ്ധിമുട്ടുണ്ട്. ലാസൻസോക്കു ലേക്കിൻ കഥാക്കെ അന്ത്മേ കലാം കോ അപ്പനി മൻസിൽ മിൽത്തി ഹെ. എന്നാൽ കഥാക്കെ അന്ത്മേ കഥയുടെ അവസാനത്തിൽ, കലാം കോ കലാമിന്, അപ്പനി മൻസിൽ തൻ്റെ ലക്ഷ്യം, മിൽത്തി ഹെ ലഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ തൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയിൽ കലാമിനെ കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സ്കൂളിലേക്ക് പോവുകയാണല്ലോ. അവന് SLCക്ക് ചോദിച്ചിട്ടുണ്ട് കലാംക്ക സെൻറ്റൻസ് കൊടുത്തിട്ട്, കലാംക്ക് മൻസിൽ മിൽത്തിക ഉസ്കാ മൻസിൽ ക്യാതി, എന്താണ് അവൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാണ് സ്കൂൾ ജാന और TV में देखे ലംബെ ബാലോ വാല രാഷ്ട്രപതി കലാം സാബ്. ഇവിടെ ഒന്ന് നടന്നു. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സ്കൂളിലേക്ക് പോവുകയാണ്. ലാസൻസ് ഒന്നുകൂടെ പറഞ്ഞേ, ലേക്കിൻ കഥാക്കെ അന്തമേ എന്നാൽ കഥയുടെ അവസാനത്ത്, കലാം കോ കലാമിന്, അപ്പനി മൻസിൽ മിൽത്തി തൻ്റെ ലക്ഷ്യം ലഭിക്കുന്നു. അതോടുകൂടി അയാം കലാം കെ ബഹാന എന്ന് പറയുന്ന നമ്മളെ ഈ പുസ്തകത്തിലെ സബ്സെ ബഡാ അധ്യായിക്കോ സമാപ്ത് ഹോ ജാത്തി ഹെ. അധ്യായം കഴിഞ്ഞു അല്ലേ? വീണ്ടും വീണ്ടും വായിക്കണം. അത്ര എളുപ്പമല്ല ഹിന്ദി എന്നറിയാലോ മക്കൾക്ക്? ശരിക്കും അറിയാലോ? അറിയില്ലേ? ധൈര്യമായിട്ട് ചോദിച്ചോളൂ കേട്ടോ. ധൈര്യമായിട്ട് ചോദിക്കുക. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ ലാസ്റ്റ് കഴിയും മൊത്തം എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് കൊടുത്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഉഷാറാക്കുക. കൊറോണയ്ക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് നമുക്ക് വീണ്ടും കാണാം, എല്ലാവരും കാണാനും വീണ്ടും KMHSലും ഇക്വിറ്റി ടൂറിസം സെൻ്ററിലൊക്കെ നമുക്ക് അർമാദിക്കാനും ഒക്കെ ഉണ്ടാവട്ടെ, വിധി ഉണ്ടാവട്ടെ അല്ലേ. ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യട്ടെ. സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കണം. സംശയം ചോദിക്കുമ്പോഴേ, കാരണം ഹിന്ദി പറഞ്ഞാൽ വ്യക്തമല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് ആ ഭാഗം മക്കൾ ഫോട്ടോ എടുത്ത് അയക്കട്ടോ. അതുപോലെ ഈ സിനിമയുടെ പാഠത്തിൻ്റെ ഭാഗമായിട്ട് സിനിമ ഉണ്ടല്ലോ, അയാം കലാം, വേണമെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. യൂട്യൂബിലൊക്കെ എടുത്താൽ കിട്ടാവുന്നുള്ളൂ. നിങ്ങളൊക്കെ എൻ്റെ എക്സ്പേർട്ട് ആൾക്കാരാണ് മക്കൾ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ശരിക്കും വായിക്കുക, സംശയം ചോദിക്കുക.